എച്ച് സലാം എം.എൽ.എ ഉന്നം വെച്ച് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ CPM-കാർ നികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിക്കുന്നു. ഇത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്നും ജി സുധാകരൻ പറഞ്ഞു. എടാപോടാ പട്ടിനായ തന്തയില്ലാത്തവനെ അങ്ങനെ അച്ഛനെ വരെ പറഞ്ഞു. മൊട്ടത്തലയ അപ്പോൾ ആൾക്കാർ ഏതെങ്കിലും തലയിൽ ഒട്ടിച്ച് വെച്ച് നടക്കാൻ പറ്റുമോ? ഞാനൊരാളെ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും ഇന്നുവരെ ഇട്ടിട്ടില്ല, ഇടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടല്ല, ഇതിപ്പോൾ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ജനപ്രതിനിധികളുണ്ട്. അമ്പലപ്പുഴയിലെ തന്നെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇപ്പോൾ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലുണ്ട്. അയാളൊരു വീഡിയോ ഉണ്ടായിക്കൊണ്ട് വന്ന് എന്നെ ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ ആണത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, എന്തൊക്കെ ആരോപണങ്ങളാണ് ജി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്? നിരന്തരമായുള്ള ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അധിക്ഷേപം, അതിന് നേതൃത്വം നൽകുന്നത് അമ്പലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിയാണെന്നതാണ് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം അത്തരത്തിൽ അധിക്ഷേപിക്കുന്നവരിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ളവരുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗവും അമ്പലപ്പുഴ മുൻ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള ഓമനക്കുട്ടൻ അടക്കമുള്ളവർ, അതുപോലെ തന്നെ ജെയിംസ് സാമുവൽ എന്ന DYFI നേതാവ്, ഇങ്ങനെ മിഥുൻ എന്ന CPM ലോക്കൽ കമ്മിറ്റി അംഗം, ഇങ്ങനെ നീളുന്നതാണ് പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഇത്രയും മുതിർന്ന ഒരു നേതാവിനെതിരെയുള്ള അധിക്ഷേപം. ഇത്തരം ഒരു സമീപനത്തെ അതിനെ പാർട്ടി ക്രിമിനലിസമാണ്, ഗ്യാങ് ക്രിമിനലിസമാണ് എന്നത് തന്നെയാണ് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം ആൾക്കാർക്കെതിരെ അതിൽ എടുത്തു പറയുന്നുണ്ട്, KK ഷാജുവിനെ പോലെ CPM വിട്ട് JSSൽ പോയി UDFൽ മത്സരിച്ച് MLA ആയ വ്യക്തി ഇപ്പോൾ തിരിച്ചു വന്ന് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട്. അത്തരക്കാരടക്കമുള്ളവരാണ് ഈ വിമർശനം ഉന്നയിക്കുന്ന കൂട്ടത്തിലുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരക്കാരെ എല്ലാം തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തണമെന്ന ആവശ്യമാണ് ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിന് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമുണ്ട്, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇവരാണ് ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കേണ്ടത്. ഇല്ലെങ്കിൽ പാർട്ടിക്ക് അത് ദോഷമാകും എന്നത് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ജി സുധാകരൻ കോൺഗ്രസിൽ പോകുന്നു, സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന തരത്തിൽ പ്രചരണം അഴിച്ചുവിടുന്നു. ഇതിന് പിന്നിലും താൻ എങ്ങനെയും പാർട്ടിക്ക് പുറത്താവണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരാണ് എന്നതാണ് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടൊപ്പം തന്നെ പറയുന്നത് പാർട്ടിയിലെ ചില പാർട്ടി അംഗങ്ങളുടെ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കൃത്യമായും തന്നെ മറ്റു ചിലരെയാണെന്ന് അവർ സ്വയം ധരിച്ചുകൊണ്ട് അവരും അതിന് ഏറ്റുപിടിക്കുകയും തനിക്കെതിരെ തിരിയുകയും ഇത്തരം അധിക്ഷേപങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അത് അവസാനിപ്പിക്കണമെന്നതാണ് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം ആൾക്കാർ തൻ്റെ സഹോദരനായ രക്തസാക്ഷിയായ ആളെ ഭുവനേന്ദ്രനെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. തൻ്റെ പിതാവിനെ അടക്കം അധിക്ഷേപിച്ച് സംസാരിക്കുന്നു. അപ്പം വളരെ നികൃഷ്ടമായ രീതിയിൽ അസഭ്യങ്ങൾ പറയുന്നു. ഇത് കൂട്ടത്തോടെയുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ് എന്നത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ താൻ തുടങ്ങി വെച്ച പദ്ധതികളിൽ ഉദ്ഘാടനം നടക്കുമ്പോൾ ഒന്ന് അറിയിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. കയർ മന്ത്രിയായിരുന്നു, കയർ കോൺക്ലേവ് ആലപ്പുഴയിൽ സംഘടിപ്പിക്കുമ്പോൾ ഒന്ന് അറിയിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഇതൊക്കെ ബോധപൂർവമാണോ എന്ന് ചോദിക്കുമ്പോൾ സുധാകരൻ തന്നെ പരിഹാസത്തിൽ പറയുന്നു, ബോധപൂർവമല്ല, ബോധമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം രീതികൾ ഉണ്ടാവുന്നത് എന്നതാണ് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്തിനാലും ഏറ്റവും കാര്യമായി ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദേവസ്വം ബോർഡിൽ താൻ ഇരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി 4 വർഷത്തിൽ നിന്ന് 2 വർഷമായി ചുരുക്കിയിരുന്നു. അത് വീണ്ടും 4 വർഷമായി ദീർഘിപ്പിച്ച് നൽകാനുള്ള നീക്കം, അത് എന്തിനു വേണ്ടിയാണ്? ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിന് എന്നതെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാകണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് തന്നെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി വേണം, പാർട്ടി തലത്തിൽ നടപടിയെടുത്ത് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ശക്തമായ ആവശ്യം തന്നെയാണ് ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. അശ്വതി. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.